സാർ, ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അവിടുത്തെ പണത്തിൻ്റെ ഒരു ഭാഗം ടെററിസ്റ്റ് സംഘടനകൾക്ക്, വ്യാജ സംഘടനകൾക്ക്, ഒപ്പം തന്നെ ഈ തീവ്രവാദ അനുകൂല നിലപാടുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട്. ഇത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു അത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നു. അങ്ങനെ എന്തെങ്കിലും നടപടി പുതുതായി ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായോ? പിന്നെ വളരെ സുപ്രധാനമായ ഒരുപാട് നടപടികൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ഈ ചുമതല ഏൽപ്പിച്ച ഇലാൻ മസ്കിനെയാണ് അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിച്ചത്. ഇലാൻ മസ്കിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇലാൻ മസ്ക് നടപടികൾ സ്വീകരിച്ചിട്ട് അനേകം, അതായത് 2 തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവിടെ. ഒന്ന് കരിയർ ബ്യൂറോക്രാറ്റ്സ്. കരിയർ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ പടിപടിയായിട്ട് ഉദ്യോഗസ്ഥത്തിൽ കയറി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നതാണ്. 2 ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മാറി അപ്പോൾ ആ ഗവൺമെൻറ് കൊണ്ടുവന്ന് വെക്കുന്ന ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ നാട്ടിലെ പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ അല്ല, നമ്മുടെ നാട്ടിലെ പേഴ്സണൽ സ്റ്റാഫിന് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഫയലിൽ ഒപ്പിടാൻ അധികാരമില്ല. ഇവർക്ക് ആ അധികാരം കൂടിയുണ്ട്. ഇവർ ശരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സായിട്ട് തന്നെ പണിയെടുക്കുന്നവരാണ്, അത്തരത്തിലുള്ളവരാണ്. അപ്പോൾ ഇത് ഈ ഇലക്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കരിയർ ബ്യൂറോക്രാറ്റ്സ് അവിടെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ കരിയർ ബ്യൂറോക്രാറ്റ്സിൻ്റെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ US-ൻ്റെ ഒരുപാട് ധനസഹായ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്ന കാര്യം വ്യാജ സംഘടനകൾക്കും തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ധനസഹായം ചെയ്യരുത് എന്നുള്ള കാര്യം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അവർക്കിത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനിപ്പോൾ പിടി വീണിരിക്കുന്നു. US എയ്ഡ് എന്ന് പറയുന്ന കൊടുക്കുന്ന അത് അടച്ചുപൂട്ടി. അതിൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. സാർ, ഈ US എയ്ഡ് ആണല്ലോ UN-ൻ്റെ വിവിധ സംഘടനകളിലേക്ക് പണം എത്തിക്കുന്നത്. അത് കഴിച്ചു. അപ്പോൾ അതിൽ ഒരാൾ ആരാണെന്ന് വെച്ചാൽ ഒരാളെ പിരിച്ചു വിട്ടിട്ടുണ്ട്, നിർബന്ധപൂർവ്വം പിരിച്ചു വിട്ടിട്ടുണ്ട്. ഡേവിഡ് ലീബ്രിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഒരു വർഷം 1 ബില്യൺ, അപ്പം മില്യണാണ് 1 ബില്യൺ, 1 ബില്യൺ പേയ്മെൻറ്റ്സിന് നൽകാൻ ഉത്തരവ് കൊടുക്കുന്ന അധികാരിയാണ് ഇദ്ദേഹം. അദ്ദേഹം അറിയാതെ ഒരാൾക്കും ഒരു തരത്തിലുള്ള പേയ്മെൻറ്റും കിട്ടില്ല. അദ്ദേഹത്തോട് ഇത് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോയില്ല. ഈ 1 ദിവസം മുൻപ് അദ്ദേഹത്തിന് നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച് മാറ്റി. നിർബന്ധമായിട്ട് അവധി എടുത്തോളം പറഞ്ഞല്ലേ? നിർബന്ധിത അവധി. അതിന് വേറെ ആളവിടെ വരും, പേയ്മെൻറ്റിന് വേറെ ആൾ വന്ന് ഇദ്ദേഹത്തിന് പണിയില്ല. എന്താ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാജ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകൾക്കും പണം കൊടുക്കരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് നിർത്താതെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ പണം സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ട്, പേയ്മെൻറ്റ് അപ്രൂവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന പേര്. ഈ പേയ്മെൻറ്റ് അപ്രൂവൽ ഓഫീസേഴ്സ് അവർ അപ്രൂവ് ചെയ്താലേ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പേയ്മെൻറ്റ് അപ്രൂവൽ ഓഫീസേഴ്സിൽ ഒരാൾ പോലും അവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരു സംഘടനയ്ക്ക് പോലും പൈസ കൊടുക്കരുത് എന്ന് വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അഴിമതിയുടെ ആഴം എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ പിരിച്ചുവിട്ട് വേറൊന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കുന്ന രീതിയിൽ പുറത്താക്കി എന്നുള്ളതാണ് വസ്തുത. കാരണം അമേരിക്കയുടെ ഫണ്ട് വിഹിതം ഈ തരത്തിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, ദുർവ്യയം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാറില്ലേ അമേരിക്ക ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല, കാരണം ഇപ്പോഴും അമേരിക്കൻ ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയില്ലേ? അതെ, അതിൻ്റെ കാരണം ഇവരായിരുന്നു. അപ്പോൾ ഭരണ സംവിധാനം അറിയാതെ ബ്യൂറോക്രാറ്റുകൾക്ക് എന്തും ചെയ്യാമായിരുന്നു. ഭരണ സംവിധാനം എന്തു തന്നെയായാലും ബ്യൂറോക്രാറ്റുകൾ അവരുടെ രീതിയിൽ എന്തും ചെയ്യാവുന്നൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. കാലാകാലങ്ങളായിട്ട്.
അതായത് ഈ പറഞ്ഞ കക്ഷി, ഈ ഡേവിഡ് ലീബർക്ക് എന്ന് പറഞ്ഞ കക്ഷി 35 കൊല്ലമായിട്ട് ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കണ. നമ്മൾ താപ്പാനി എന്നൊക്കെ പറയില്ലേ, താപ്പാന എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം പിന്നെ ഈ പണം സാങ്ഷൻ ചെയ്യാനുള്ള അനുവദിച്ച് കൊടുക്കാനുള്ള അധികാര കേന്ദ്രത്തിൽ ഒരാൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദൈവതുല്യനല്ലെന്നുണ്ടെങ്കിൽ കറപ്റ്റായി മാറിയിട്ടുണ്ടാകും. അതെ. കാരണം അയാളെ സംപ്രീതനാക്കാനും അയാളുടെ പ്രീതി കൈപ്പറ്റിക്കൊണ്ട് പണം സംഘടിപ്പിക്കാനും ഒക്കെ വേണ്ടി നിൽക്കുന്നവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിൽക്കുകയാണ്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ നിൽക്കുകയാണ്. ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഇത് കൊടുക്കുകയാണ്. അമേരിക്കയുടെ നയത്തിനെതിരാണത്. പക്ഷേ അമേരിക്കയുടെ നയത്തിനെതിരായിപ്പോലും പ്രവർത്തിക്കാൻ ഇവർ സ്വയം അധികാരമുള്ളവരായി മാറി എന്നുള്ളതാണ്. അവരെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയേണ്ട ഏറ്റവും ശ്രമകരമായൊരു ദൗത്യത്തിലാണ് ആരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇലാൻ മസ്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് പ്രവർത്തിച്ചു തുടങ്ങി. ഇവരിൽ ഒരുപാട് പേർക്കുള്ള കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിലേക്ക്, അത് കമ്പൽസറി ആയിട്ട് റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഗവൺമെൻറ് ഇവരെ നിയമിച്ചിട്ട് നിങ്ങളിനി ഇത് ചെയ്യണ്ട, നിങ്ങളിതെല്ലാം സറണ്ടർ ചെയ്ത് തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കാതിരുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാം ട്രംപിൻ്റെ സർക്കാരിൻ്റെ കാലത്തെ ട്രംപ് ഇത് കണ്ടെത്തി പറഞ്ഞിരുന്നതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, നിർത്തണമെന്ന്. നിർത്തിയില്ല. ട്രംപിന് ശേഷം ബൈഡൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബൈഡൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഭരണമായിരുന്നു. ബൈഡൻ അങ്ങനെ ഒരു സ്ക്രൂപ്പിൾസും ഇല്ലാതെ ഭരിച്ച ഒരാളാണ് ബൈഡൻ. എപ്പോഴും ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവും പിന്നെ അല്ലേ, എപ്പോഴും. ബൈഡൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആരെയെങ്കിലും നിയന്ത്രിക്കണമെന്നോ ഇവരെ ഇങ്ങനെ നിർത്തണമെന്നോ ഒന്നും ആയിരുന്നില്ല. ബൈഡൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഇവരുടെ, അതായത് ലിബറൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ആ സെറ്റിൻ്റെ പിന്തുണ നേടുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരാശയം. സ്ക്രൂപ്പിൾസ് ഉണ്ടെങ്കിൽ സ്വന്തം മകനെ എക്സോണറേറ്റ് ചെയ്യാനുള്ള ഉത്തരവ് അവസാന കാലത്ത് ഇട്ട മാന്യനാണ് ബൈഡൻ. വലിയ ജനാധിപത്യവാദിയാണല്ലോ. ഇവർ ജനാധിപത്യവാദി എന്നൊക്കെ പറയുമ്പോൾ ഈ ബൈഡൻ അതാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ബൈഡൻ്റെ കാലത്ത് ഈ ടെറർ ഓർഗനൈസേഷൻസിനും മറ്റേ ഫ്രോഡിലൻ്റായിട്ടുള്ള വ്യാജ സംഘടനകൾക്കും പണം കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. അതുകൊണ്ടാണ് നേരത്തെ സിനിജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആര് പറഞ്ഞത്, ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ആദ്യ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു അല്ലേ, ഇതാണെന്ന് മനസ്സിലായി. ഇനി അനുവദിക്കില്ല എന്നുള്ള കാര്യം അന്ന് അനുവദിക്കാതിരുന്നിട്ട്, പക്ഷേ അന്ന് അവസാനമായി കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടി ഇടപെട്ടിട്ട് അതിന് തടസ്സം നിന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുള്ളി ആദ്യം തന്നെ അതിനൊരു ഓഫീസറെ വെച്ച്, അതാണ് എലാൻ മസ്ക്. അപ്പോൾ എലാൻ മസ്ക് ആദ്യം ചെയ്യുന്നത് ഇവരെ ഈ കറപ്ഷൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അഴിമതിയാണല്ലോ. അതെ അതെ. ഈ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണ്, മാത്രമല്ല സ്വജനപക്ഷപാതികളുമാണ്. അവർ സംപ്രീതരാക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ പണം അനധികൃതമായി കൊടുത്തുകൊണ്ടിരുന്നു. സാർ, അപ്പോൾ ഇങ്ങനെ ഈ എയ്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്ന പണമുണ്ട്, അതാണ് ഈ പറയുന്ന പലസ്തീന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് സഹായം ചെയ്യുന്നത്. പക്ഷേ ആ പൈസ മുഴുവൻ എടുത്ത് ഉപയോഗിച്ചിരുന്നത് ഹമാസ് ആയിരുന്നു. അവരുടെ ഫുഡും വാട്ടറും മരുന്നും ഉപയോഗിച്ചു. ഹമാസ് മാത്രമല്ല, കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള അമേരിക്കൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പണം ടെററിസ്റ്റ് ഓർഗനൈസേഷന് ലഭിച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ മൂടി വെച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് ഈ മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലും കിട്ടുന്നുണ്ട്. ഹമാസിൻ്റെ കാര്യം വളരെ പ്രകടമാണ്, സിനിജി സൂചിപ്പിച്ചതുപോലെ തന്നെ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീനിന് കൊടുക്കുന്ന സഹായം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹമാസ് എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ കൊടുത്ത മുഴുവൻ ഇതായിരുന്നു അല്ലേ? അല്ല, ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനിലായിട്ട് ഇത് ഫ്രോഡുലൻ്റ് മീൻസിൽ വ്യാജമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന അഭിപ്രായം ഉണ്ടായിട്ട് ഇതിൻ്റെ ഇത് വന്നിട്ടും അതിനെ എതിർത്തുകൊണ്ടാണ് ഇവർ നിന്നത്, ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ
ഹമാസിനെ വളർത്തുന്നതിലും ഈ പറഞ്ഞ ഈ ഡേവിഡ് ലീബർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഈ വിദേശ ധനസഹായത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് പർപ്പസിനാണോ തരുന്നത് ആ പർപ്പസിനെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വരുന്ന ഈ പണം പല തരത്തിൽ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വരെ ഇത്തരത്തിലുള്ള ഫണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ജോർജ് സോറോസിൻ്റെ ഫണ്ട്, ജോർജ് സോറോസിൻ്റെ ഫണ്ട് ഫോറിൻ എയ്ഡ് ആണല്ലോ. ആ ഫോറിൻ എയ്ഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലേ? അപ്പോൾ NGO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നു, അത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു, പക്ഷേ പൈസ വകമാറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പർപ്പസിനാണ്, ഏത് ലക്ഷ്യത്തിനാണോ നിങ്ങൾ ഫണ്ട് വാങ്ങിച്ചത് ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ നിങ്ങൾ ഈ ഫണ്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ദുർവ്യയമാണ്, മിസ്അപ്രോപ്രിയേഷനാണ്, അതിനെതിരെ നടപടി വേണം. ഇത്രയും കാലമായിട്ട് അമേരിക്ക അതിനെതിരെ നടപടി എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് എന്ത് ചെയ്തത്? ഇന്ത്യയിലും ഭരണം ഒഴുകി വന്നിട്ടുണ്ട്, ഫ്രോഡിലൻ്റായിട്ടുള്ള കക്ഷികൾക്ക് ഒഴുകി വന്നിട്ടുണ്ട്, ചില സ്കൂളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? ചില സ്കൂളുകൾ വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്ന ചില സ്കൂളുകൾ വലിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് വരുന്നു, വലിയ രീതിയിൽ വരുന്നു, അവരുടെ ഒരു വലിയ സംവിധാനം ഉണ്ടാക്കുന്നു, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില സാംസ്കാരിക സാഹിത്യ സംഘടനകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു JCBയുടെയൊക്കെ പേരിലൊക്കെ അവാർഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഇതുപോലുള്ള ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഫണ്ട് വന്ന് കുമിയുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ചിലവാക്കാം. അല്ല, ഇത് അങ്ങനെയല്ല. ഇത് ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഈ സാഹിത്യകാരന്മാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടല്ലോ, കവികൾക്കും സാഹിത്യകാരന്മാർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ കവിതകളെക്കുറിച്ച് മാധവിക്കുട്ടി ഒരിക്കൽ തമാശക്ക് പറഞ്ഞൊരു കാര്യം, മലയാളത്തിൽ ഇപ്പോൾ കവിതകളില്ലല്ലോ, കരച്ചിൽ മാത്രമല്ലേ ഉള്ളെന്നാണ്. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എൻ്റെ ആ പ്രേമം പൊളിഞ്ഞുപോയി, ഈ പ്രേമം പൊളിഞ്ഞുപോയി, ഇതെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ മാത്രമാണല്ല. കിട്ടാത്തതിങ്ങനെ കുമാരനാശാൻ്റെ ഭാഷയിൽ പറഞ്ഞ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കല്ലേ എന്നോമൽ ഉണ്ണി എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. അങ്ങനെ ആകാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയും അതിനെക്കുറിച്ച് ആകുലതകളുമാണ് ഈ കവിതകളായിട്ട് വരുന്നത്. അതൊന്നും യഥാർത്ഥ കവിതകളല്ല എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ മാധവിക്കുട്ടി മലയാള കവിതയെ ഒരിക്കൽ സാന്ദർഭികമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഫണ്ടുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണ്. ഇവിടെ വരുന്നു, കുറേ സാഹിത്യകാരന്മാർക്ക് കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് എത്തരം ഫണ്ടുകളുടെ ഇത് വരുമ്പോൾ ചില സംഘടനകൾ വരുന്നു. ആ സംഘടനകൾ വളരെ പെട്ടെന്ന് സാംസ്കാരിക രംഗത്തേക്ക് കടന്നു വരുന്നു. അവർ ചില യോഗങ്ങൾ നടത്തുന്നു. ആ യോഗങ്ങളിൽ ആളുകളെയൊക്കെ വിളിക്കുന്നു. അതിൻ്റെ വലിയ ബ്രോഷർ അച്ചടിച്ചിറക്കുന്നു, അതിന് പോസ്റ്റർ അച്ചടിച്ചിറക്കുന്നു, എന്നിട്ട് കുറേ പേരെ വിളിച്ചിരുത്തുന്നു, ഇവർ നടത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല. അപ്പോൾ ഏത് പർപ്പസിനാണോ കൊടുക്കുന്നത് ആ പർപ്പസിന് കൊടുക്കുന്നില്ല എങ്കിൽ അതിനെ ഫ്രോഡിലൻ്റായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാക്കി കരുതി ആ ഫണ്ട് കട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പോലും നാളിതുവരെ ഒരു പേയ്മെൻറ്റും തടഞ്ഞിട്ടില്ല എന്നുള്ളതിടത്ത് നിന്നാണ് ഈ നടപടിയിലേക്ക് ട്രംപ് പോയിരിക്കുന്നത്. ഇത് ഈ കേരളത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. ഈ വിശേഷിച്ചും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ല, സാമൂഹ്യ നീതി വകുപ്പ്. ഈ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ ഒരുപാട് ഫണ്ടുണ്ട്. ഈ ഫണ്ട് കൊടുക്കുന്നതിനൊക്കെ ചില വിചിത്രമായ രേഖകളുണ്ട്. ഒരിക്കൽ 25 ലക്ഷം രൂപ ആദ്യം അനുഭവിച്ച ഒരു NGOക്കാണ്, കേരളത്തിലുള്ളൊരു NGOക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരക്കാരികളായ ആദിവാസി പെൺകുട്ടികളുടെ മനോവിഹ്വലതകളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ശ്രദ്ധിക്കണം, ഒന്ന് ആദിവാസി ആയിരിക്കണം, കൗമാരക്കാരായിരിക്കണം, അവർക്ക് വിഹ്വലതകളുള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു മലയാള MA-കാരിയുടെ പേരിൽ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് 35 ലക്ഷം രൂപയോ മറ്റോ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് കൊടുത്തിരുന്നു. അതൊരു മാർക്സിസ്റ്റ് നേതൃ ആയതുകൊണ്ട് ആണ് അത് കൊടുക്കാനുള്ള കാരണം. അത് ഔദാര്യപൂർവ്വം അവർക്ക് ഈ ഫണ്ട് അനുവദിച്ചു കൊടുത്തത് ആരാണെന്ന് വെച്ചാൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്നു കേരളത്തിലെ.
ചിലപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാർ, നിങ്ങൾക്ക് ഈ ജോലി തുടരാൻ താല്പര്യമില്ലാത്ത 600ഓളം ഉദ്യോഗസ്ഥർക്ക് സ്വയം പിരിഞ്ഞു പോകാം. ഏതാണ്ട് സെപ്റ്റംബർ വരെയുള്ള ശമ്പളം നിങ്ങൾക്ക് തരും, ബാക്കി ആനുകൂല്യങ്ങളും തരും. ഈ മാസം ഫെബ്രുവരി 6-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അതിന് അപേക്ഷ നൽകണം. അപ്പോൾ ഈ ഫെബ്രുവരി 6 പോലും വരെ കാത്തിരിക്കാതെ ഇയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ ഇയാൾ അത്രയും കണ്ണിങ്ങായ കണ്ണിങ്ങായിട്ടുള്ള അത് ഉണ്ടാകണമല്ലോ. അതന്നെ ഈ ഫ്രോഡുലൻറ്റ് ആൻഡ് ടെററിസ്റ്റ്, ഈ 2 സംഘടനകൾക്കും പണം കൊടുത്തുകൊണ്ടിരുന്നു ഇയാൾ. അപ്പോൾ ഇയാൾക്ക് അതിൻ്റെ സാമ്പത്തികമായിട്ട് എത്രയായിരിക്കും സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. സങ്കല്പിക്കാൻ പറ്റില്ല നമുക്ക് ഇയാൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം. എന്ന് മാത്രവുമല്ല, ഇനിയുള്ള ജീവിതകാലം അയാൾ പുറത്തുണ്ടാകുമോ ജയിലിനകത്തായിരിക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷേ ഒരു സംശയം സാറേ, അപ്പോൾ റിപ്പബ്ലിക്കൻസ് വന്നാലും ഡെമോക്രാറ്റ് വന്നാലും ഇയാൾ എങ്ങനെയാണ് അതേ കസേരയിൽ ഇരിക്കാൻ പറ്റിയത്? അയാൾ കരിയർ ബ്യൂറോക്രാറ്റാണ്. എന്നാലും ഈ താല്പര്യത്തിനനുസരിച്ച് ഇയാൾ അല്ല, കരിയർ ഞാൻ പറഞ്ഞില്ലേ, IAS പോലത്തെ ഒരു സംഘടനയാണത് കരിയർ ബ്യൂറോക്രാറ്റ്സ്. അവർക്ക് അവിടെ തന്നെ ഇരിക്കും. IAS അവിടെ തന്നെ ഇരിക്കില്ലേ? പക്ഷെ ഒരേ സീറ്റിൽ തുടരുക എന്ന് പറയുന്നത് ഭയങ്കര. ഇയാൾ അതിനകത്ത് വന്നിട്ട് ആൾ ട്രഷറിയിലാണ് വന്നേക്കണം. അയാളെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് പടിപടിയായി കയറി ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ വൻതോതിൽ പണം ചെലവഴിച്ചു. 1 ബില്യൺ പേയ്മെൻറ്റ് സാങ്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഈ മാന്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് ഇനിയും ട്രംപ് മുന്നോട്ട് പോകണം എന്ന് മാത്രവുമല്ല, ഇതങ്ങനെയായിരുന്നല്ല. അതായത് ഈ അഴിമതി നടക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ അഴിമതി നടത്തുമെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ബ്യൂറോക്രാറ്റുകളുടെ സഹായമില്ലാതെ ഒരു രാഷ്ട്രീയക്കാരനും അഴിമതി നടത്താൻ സാധ്യമല്ല. കേരളത്തിലും ഇന്ത്യയിലും ആരെങ്കിലുമൊക്കെ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അത് ബ്യൂറോക്രാറ്റുകളുടെ സഹായത്തോടു കൂടി മാത്രമേ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം ഈ നടപടിയിലൂടെ നമുക്ക് വ്യക്തമായി. എന്തായാലും ശരിയാണ്, ഇത്തരം നടപടികൾ ട്രംപ് എടുക്കണം എന്ന് തന്നെയാണ്. കാരണം നമുക്കും അത് സേഫാണ്. പല സംഘടനകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പണമുണ്ട്, $അമേരിക്കൻ ഇവിടെ വന്നിട്ട്. അത് മേടിച്ചതിന് ശേഷമാണ് ഇവർ സോഷ്യലിസം പറയുന്നത്. ജസ്റ്റിസിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചില സെമിനാറുകൾ നിങ്ങൾ നടത്തുന്നത് ശ്രദ്ധിച്ചിരിക്കും. ഈ ശബരിമലയ്ക്ക് പോയപ്പോൾ ഊമ സംസാരിച്ചു എന്ന് പറയുന്ന രീതിയിൽ അതുവരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ചില വ്യക്തികളും അവരൊരു സംഘടന രൂപീകരിച്ചിട്ട് സമൂഹത്തിൽ നീതി വേണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിരിക്കും. അതൊക്കെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു തടസ്സം, ഒരു ഒരു നിയന്ത്രണം അത് വരുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.